അത് കേൾപ്പിച്ചു. ആ കസ്റ്റമർ അറിയാതെ സമ്പത്തിന്റെ ഹോട്ടലിൽ ചൗധരി കൊടുത്ത ആ മരുന്ന് കലർത്തിയിട്ട് വന്നു. അന്ന് ആരൊക്കെയാണോ അവിടെ കഴിച്ചത് അവർ എല്ലാവർക്കും ലൂസ് മോഷൻ ഉണ്ടായി. അടുത്ത ദിവസം സമ്പത്തിന്റെ ഹോട്ടലിന്റെ മുൻപിലായി ഗ്രാമത്തിലെ ജനങ്ങൾ കൂട്ടമായി വന്നെത്തി. അതിലൊരാൾ വളരെ ദേഷ്യത്തോടെ സമ്പത്തിനോട് പറഞ്ഞു, നിന്റെ ഡാബോ നന്നായിട്ട് നടക്കാൻ വേണ്ടി നീ നിന്റെ സത്യവാൻ മറന്നുപോയോ? നിങ്ങൾ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്തത്? എന്ത് നീ ചെയ്തെന്നോ? ഇന്നലെ രാത്രി നിന്റെ കടയിൽ ദാൽ കഴിച്ചിരുന്നു. അപ്പൊ തൊട്ട് എന്റെ വയറ് വളരെ മോശമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ എത്ര പേരുണ്ടോ അവരുടെ എല്ലാവരുടെ വയറും വളരെ മോശമായിട്ടുണ്ട്. ഇതിനൊക്കെ കാരണക്കാരൻ നീ തന്നെയാണ്. നീ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ എന്തോ കലർന്നിട്ടുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ഭക്ഷണത്തിൽ ഒന്നും കലർന്നിട്ടില്ല. ഇനി മുതൽ ഞങ്ങൾ ആരും നിന്റെ ഈ ഡാബയിൽ ഞങ്ങൾ കഴിക്കാൻ വരാൻ പോകുന്നില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നീ തന്നെ കഴിച്ചോളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. പിന്നീട് സമ്പത്ത് കണ്ണുകളിൽ കണ്ണുനീരോടെ